കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക കൂടിക്കാഴ്ച ഉടൻ കേരള ഹൗസിൽ. ഡൽഹി കേരള ഹൗസിലേക്ക് നിർമ്മല സീതാരാമൻ അല്പസമയത്തിനകം എത്തുമെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ പറയുന്നു. വിവരങ്ങളുമായി നിർമ്മല സീതാരാമന്റെ വസതിയിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വളരെ അപൂർവമായൊരു കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ ഇങ്ങനെ ഔട്ട്സൈഡിലൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം. ഒരുപക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇത് നീണ്ടു നിൽക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും കത്തുകളെക്കാളും. പറയൂ. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നിർമ്മലാ സീതാരാമന്റെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വസതിക്ക് മുൻപിലാണ് നിൽക്കുന്നത്. സഫ്ദർജംഗ് റോഡിലെ 15ാമത്തെ വസതിയിലാണ്. അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വസതിയിൽ നിന്നും ഈ കൂടിക്കാഴ്ചയ്ക്കായി കേരള ഹൌസിലേക്ക് എത്തിയത്. വിനിത വിജി, ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിൽ എത്തിക്കഴിഞ്ഞു. അതിന്റെ ദൃശ്യമാണ് കാണുന്നത്. പ്രൊഫസർ കെ വി തോമസും അതുപോലെ ഈ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി പ്രഭാത ഭക്ഷണവും കൂടി കഴിച്ചതിന് ശേഷമാണ് നിർമ്മലാ സീതാരാമനും പിണറായി വിജയനും തമ്മിലുള്ള ചർച്ചകൾ നടക്കുക. എനിക്കൊന്ന് കേരള ഹൗസിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു. ബൽറാം, പറയൂ, ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? പറയൂ. കേരള ഹൗസ് അപൂർവമായൊരു കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. അതുപോലെ മുണ്ടക്കൈ ചൂരൽമലയ്ക്കുള്ള പുനരധിവാസ പാക്കേജ് മാർച്ച് 31-നകം ചെലവാക്കി തീർക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. അതിലെ കൂടുതൽ സമയം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങൾ നൽകും. അതായിരിക്കും നല്ലത്. ബൽറാം, കേരള ഹൗസിൽ നിന്ന് ഡൽഹി കേരള ഹൗസിൽ നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ. SKN ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ്, ഏതാനും നിമിഷം മുമ്പാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിൽ എത്തിയത്. ഡൽഹിയിലെ കേരള ഹൗസിന്റെ ഭാഗമായ കൊച്ചി ഹൗസിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ആയി കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ച വിവിധ ആവശ്യങ്ങൾ, അതിൽ വയനാടിനായുള്ള 2000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉണ്ട്. ഒപ്പം തന്നെ വയനാടിനായി അനുവദിച്ച വായ്പ, അതിന്റെ കാലപരിധി കൂട്ടി നൽകണം എന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിലുള്ള കേന്ദ്രത്തിന്റെ ധനസഹായം അടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ പല തവണയായി കേന്ദ്രത്തിന് മുന്നിൽ കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളിൽ സംബന്ധിച്ചുള്ള സമഗ്രമായ ചർച്ച ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം കേരളം തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് നിവേദനം നൽകിയിരുന്നു. ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഒപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുക. പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കും ചർച്ച നടക്കുക. ഈ കൊച്ചിൻ ഹൗസിൽ എത്തിയ ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന്റെ നേതൃത്വത്തിലാണ് ബൊക്കെ നൽകി സ്വീകരിച്ച് അകത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ പ്രാഥമികമായ ഒരു ചർച്ച നടത്തും. അതിനുശേഷം പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കും വിശദമായ ചർച്ചകളിലേക്ക് കടക്കുക. ധനമന്ത്രിക്കായി വൈവിധ്യമേറിയ ഒരു പ്രഭാത ഭക്ഷണം തന്നെയാണ് കേരള ഹൗസിലെ മെനുവിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിഭവങ്ങളും ധനമന്ത്രിക്കായി കേരള ഹൗസിൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കുമെങ്കിൽ അതിൽ എല്ലാ വിഭവങ്ങളും ഇന്ന് ധനമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നു. ഇത്രത്തോളം 7 വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് ധനമന്ത്രിക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും പ്രധാനമായ ചർച്ചകൾ, കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കുക. അതിൽ KV തോമസ്, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും ഒപ്പം തന്നെ സംസ്ഥാന ധനകാര്യ സെക്രട്ടറിയും ഈ ചർച്ചകളുടെ ഭാഗമാകും. കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയിക്കും. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കേരളത്തോട് അനുഭാവപൂർവമായ ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം ഗവർണറും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അദ്ദേഹം കഴിഞ്ഞയാഴ്ച സംസ്ഥാനത്ത് നിന്നും
ഈ കേന്ദ്രത്തിന്റെ മുന്നിൽ സംസ്ഥാനം നേരത്തെ മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ തേടിയിരുന്നു. ധനമന്ത്രിയുമായി പ്രത്യേക പ്രതിനിധി KV തോമസ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഗവർണർ ഈ വിഷയത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ തേടിയത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഗവർണർ മുഖ്യമന്ത്രിക്കും MP-മാർക്കും ഒരുക്കിയ അത്താഴ വിരുന്നിലും ഗവർണർ തന്റെ പൂർണ്ണ പിന്തുണ ഈ ആവശ്യങ്ങൾ സംബന്ധിച്ച് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള MP-മാർക്കും ഒപ്പം കേരളത്തിന്റെ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലുമെല്ലാം താനും ഉണ്ടാകും എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സമീപനം, അനുഭാവപൂർവമായ ഒരു സമീപനം തന്നെയായാണ് ഇത് വിലയിരുത്തുന്നത്. കാരണം ധനമന്ത്രി നേരിട്ട് കേരള ഹൗസിലേക്ക് എത്തുന്നു, അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത്. കേരളത്തോട് അനുഭാവപൂർവമായ ഒരു സമീപനം കേന്ദ്രത്തിനുണ്ട് എന്നതിന് തന്നെ വ്യക്തമാണ്. തുടർന്ന് നടക്കുന്ന ചർച്ചകൾ ഈ വിഷയത്തിൽ ഏറെ നിർണായകമാകും. ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. എന്തായാലും നല്ല ചർച്ചയാകട്ടെ. നമുക്ക് കേരളത്തിന് അർഹമായ കാര്യങ്ങളൊക്കെ കിട്ടട്ടെ. കാര്യം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുതേ എന്നാണ് നമ്മുടെ ആഗ്രഹം.